everyone, ഞാൻ അപർണ മൽബറി. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആനിമൽ റെസ്ക്യൂ കൊച്ചി നടക്കുന്ന ഒരു ഫണ്ട് റേസിംഗ് ഇവൻ്റ് ആണ്. എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഐ ഫോസ്റ്റർ ആനിമൽസ്. യൂഷ്വലി കാറ്റ്സിനായിരിക്കും ഞാൻ ഫോസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അഡോപ്ഷൻ തമ്മിലും ഫോസ്റ്റർ തമ്മിലുള്ള വ്യത്യാസം മിക്കവർക്ക് അറിഞ്ഞൂടാ. ഫോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ട് യൂഷ്വലി ഭയങ്കര സിവിയർ ആയിട്ടുള്ള കേസസ് സ്ട്രെയിറ്റ് ഫ്രം ദ സ്ട്രീറ്റ്സ് റെസ്ക്യൂ ചെയ്യുമ്പോൾ അത് എവിടെ പോകണം, എവിടെ കൊണ്ടുപോകണം, ആരാ അഡോപ്റ്റ് ചെയ്യും, ആരാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്, യൂഷ്വലി അതൊരു ഫോസ്റ്റർ പാരൻ്റ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന 4 പൂച്ചക്കുട്ടികളുണ്ട്. 2 ഇറ്റ്സ് ബിൻ വിത്ത് മീ ഒരു മാസമായി. അവരിപ്പോൾ നല്ല ഹെൽത്തിയായി. നാളെയാണ് അവർ 2 അഡോപ്ഷൻ. ആൻഡ് അത് പിന്നെ ഭയങ്കര പീക്കറി കുട്ടികളുണ്ട്. അത് കുറച്ചുകൂടി ലൈക്ക് വളർന്നിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടൊരു ഹോം കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ടെമ്പററി ആയിട്ട് റെസ്ക്യൂ ആൻഡ് ഗിവിങ് ദം ഫോർ അഡോപ്ഷൻ, അതാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇവിടെ കൊച്ചിയിൽ. യെസ്, ഞാൻ എല്ലാവരോടും പറയുന്നത് നമ്മൾ ഇന്ത്യ ഡോഗ്സിനും ഇന്ത്യ കാറ്റ്സിനും തന്നെ അഡോപ്റ്റ് ചെയ്യണമെന്നാണ്. ദേ ആർ ദ മോസ്റ്റ് like they have the best immune system. ഈ ഒരു ക്ലൈമറ്റിന് വേണ്ടിയിട്ട് ഫോറിൻ ബ്രീഡ്സിനെ ബ്രീഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പം അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റമും ഹീറ്റ് ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങളൊന്ന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്ലീസ് ഡു അഡോപ്റ്റ് ഇന്ത്യ പെറ്റ്സ് and don't shop foreign breeds. അതൊരു ബിഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും. Thank you all so much for loving animals and taking them in as your own babies. അല്ലേടാ, കുറേ പറയാനുണ്ടല്ലേ എല്ലാവർക്കും. ഈ പുതുതായിട്ട് ആനിമലിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലൈക്ക് ട്രൈ ടു അഡോപ്റ്റ് നമ്മളെ ഈ നാടനുള്ള പൂച്ചകളും പട്ടികളും. ബിക്കോസ് അവരാണ് ഈ എവിടെ പോയാലും കാണാൻ പറ്റുന്നത്. ദേ നീഡ് ഹോംസ്, ദേ നീഡ് ലവ്. അവർക്ക് ലവ് ആണ് വേണ്ടത്, നമ്മളെ പോലെ തന്നെയാണ്. വെറുതെ യു ആർ ബ്രീഡിങ് ഫോർ നമ്മളുടെ കംഫർട്ടിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഒരു ഡിസയറിന് വേണ്ടിയിട്ട് യു ആർ ബ്രീഡിങ് ബൈ എന്തിന് ഓൾറെഡി ഉണ്ട് കുറേ ലവബിൾ ആനിമൽസ്. അതിനൊരു ഹോം കൊടുക്കാം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ.